കുപ്രസിദ്ധ ലഹരി മാഫിയ തലവൻ എൽമെഞ്ചോയെ വധിക്കാൻ സഹായിച്ചത് അയാളുടെ കാമുകിയാണത്രേ. എൽമെഞ്ചോ കൊല്ലപ്പെടേണ്ടയാളായിരുന്നു. മയക്കുമരുന്ന് സംഘത്തിലെ തലവനായിരുന്നു. സാമൂഹ്യ വിരുദ്ധനായിരുന്നു. അയാളെ കൊന്നു എന്നറിഞ്ഞപ്പോൾ ലോകത്തെ മയക്കുമരുന്നിനെതിരെ നിലപാടെടുക്കുന്ന എല്ലാവരും സന്തോഷിച്ചു കാണും. പക്ഷേ അയാളെ ചതിച്ചത് അയാളുടെ കാമുകിയാണ്. ഈ മരണം ഒരു വഞ്ചനയുടെ കൂടി കഥയാണ്. എൽമെഞ്ചോയുടെ കാമുകിയെ പിന്തുടർന്നാണ് മെക്സിക്കൻ മിലിറ്ററി ഇൻ്റലിജൻസ് അയാളുടെ ഒളിത്താവളം കണ്ടെത്തിയത്. ഇത് ഒരു സിനിമാ കഥയെ വെല്ലുന്ന സംഭവമാണ്. ഒരു ആളെ കണ്ടെത്താനായി കാമുകിയെ ഉപയോഗിച്ച് അവിടെ എത്തി ആ കുറ്റവാളിയെ പിടികൂടുന്ന ഒരു രീതി പലപ്പോഴും നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ടാകും. ഏതാണ്ട് അതിനേക്കാൾ വലിയ ഒരു സാഹചര്യം ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇൻ്റലിജൻസ് ഇയാളുടെ ഒളിത്താവളം കണ്ടെത്തുന്നു. പിന്നീട് ഏറ്റുമുട്ടലിൽ അയാൾക്ക് പരിക്കേൽക്കുന്നു, മരിക്കുന്നു. സുരക്ഷാ സേനയ്ക്ക് സമാനമായ അകമ്പടിയോടുകൂടിയാണ് ഈ മെക്സിക്കൻ മയക്കുമരുന്ന് സംഘത്തിൻ്റെ തലവൻ നീങ്ങിയിരുന്നത്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ലഹരി മരുന്ന് കടത്തുന്ന സംഘങ്ങളിൽ ഒന്നാണ് അയാളുടെ കാർട്ടൽ. അതാണ് ഈ ഹലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടൽ. അതിൻ്റെ സ്ഥാപകൻ, തലവൻ ഒക്കെ എൽമെഞ്ചോ ആയിരുന്നു. ഏറ്റുമുട്ടലിൽ അയാളുടെ 6 കൂട്ടാളികളെയും അവിടെ തന്നെ സേന വധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാമുകിയെ വിശ്വസിച്ചതിൻ്റെ ഫലമായാണ് ഈ അധോലോക നായകൻ കൊല്ലപ്പെടുന്നത്. ഗുഡലൂപ്പ് മൊറീനോ കറില്ലോ, അതാണ് അവളുടെ പേര്. ഗ്വാഡലൂപ്പ് മൊറേനോ കറില്ലോ ആണ് ഈ ചതി ചെയ്തത്. അവളാണ് തപാൽപ്പയിലുള്ള ഒളിത്താവളത്തിൻ്റെ വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൈമാറിയത്. അങ്ങനെ നെമിസിയോ ഒസേഗ്വര സെർവൻറ്റസ് എന്ന അധോലോക നായകൻ കൊല്ലപ്പെട്ടു. അത് ഒരു പ്രണയ ചതിയായിരുന്നു. പ്രണയ പങ്കാളിയുടെ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു വലിയ ചതി. എൽമെഞ്ചോയെ പറ്റിയുള്ള വിവരങ്ങൾ കൈമാറുന്നവർക്ക് സർക്കാർ $1.5 കോടി പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത്. ആ തുക പലരെയും അത്ഭുതപ്പെടുത്തി കാണും. പക്ഷേ അത്ര വലിയ കുറ്റവാളിയായിരുന്നു അയാൾ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കാമുകിക്ക് ആ ഒരു താല്പര്യം ഉണ്ടായതും അതുകൊണ്ടായിരിക്കണം. ഏതായാലും ഈ കാമുകിയുമായുള്ള ബന്ധം അധികകാലമായിട്ടില്ല എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എൽമെഞ്ചോ ആദ്യം വിവാഹിതനായിരുന്നു. റോസ്ലിൻഡ ഗോൺസാലസ് വെലൻസിയ എന്നായിരുന്നു അയാളുടെ ഭാര്യയുടെ പേര്. അവർക്ക് 3 കുട്ടികളുണ്ടായിരുന്നു. ഭാര്യ ഇയാളുടെ ഈ പ്രവർത്തനങ്ങളിൽ എപ്പോഴും വലിയൊരു കരുത്തായി കൂടെ നിന്ന ആളാണ്. ഈ 3 കുട്ടികളും അവർക്കുണ്ടായിരുന്നു ആ ബന്ധത്തിൽ. എൽമെഞ്ചോ പക്ഷേ ഈ വിവാഹബന്ധത്തിൽ നിന്ന് 2018 പിന്മാറി. അയാൾക്ക് ഭാര്യയെ ഉപേക്ഷിക്കേണ്ടി വന്നു. തുടർന്നൊരു പ്രണയബന്ധത്തിലായി. ആ പ്രണയബന്ധമാണ് ഇന്ന് അയാളുടെ മരണത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. മെക്സിക്കോ US ഇൻ്റലിജൻസ് സംയുക്തമായാണ് എൽമെഞ്ചോയുടെ ഒളിത്താവളം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. ഫെബ്രുവരി 21 കാമുകിയും സുഹൃത്തും ഹലിസ്കോയിലെ തപാൽപ്പ എന്ന സ്ഥലത്തെ ഒളിത്താവളത്തിൽ പോയിരുന്നു. അവർ അവിടെ വെച്ച് എൽമെഞ്ചോയെ കണ്ടു. ഒരു രാത്രി മുഴുവൻ കാമുകി അയാൾക്കൊപ്പം അവിടെ ചിലവഴിച്ചു. അതിനുശേഷം അവൾ പുറത്തേക്ക് പോയി. പക്ഷേ ആ സമയം സൈന്യം കോപ്പുകൂട്ടുകയായിരുന്നു. ഒരു ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം നടത്തുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഏറ്റുമുട്ടലുണ്ടായി. എൽമെഞ്ചോയെ വധിക്കുകയും ചെയ്തു. സൈന്യത്തിനെതിരെ എൽമെഞ്ചോയുടെ കൂട്ടാളികൾ കാര്യമായ ചെറുത്തുനിൽപ്പ് തന്നെ നടത്തി. വനമേഖലയിലേക്ക് കടന്ന് അവർ ഒളിച്ചു കിടക്കാൻ ശ്രമം നടത്തി. പക്ഷേ അവർക്ക് അതിന് കഴിഞ്ഞില്ല. സൈന്യത്തിൻ്റെ ഹെലികോപ്റ്റർ നേരെ അവർ വെടിയുതിർത്തു. അതോടുകൂടി എയർഫോഴ്സ് ഹെലികോപ്റ്ററിന് അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ആ രൂക്ഷമായ ഏറ്റുമുട്ടലിനൊടുവിൽ എൽമെഞ്ചോയെ അറസ്റ്റ് ചെയ്തു. ഗുരുതരമായ പരിക്കുകളോടെ അയാളെ മെക്സിക്കോ സിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ അവർ തയ്യാറായി. ആ കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ചാണ് അയാൾ മരിക്കുന്നത്. എൽമെഞ്ചോവിൻ്റെ മറ്റൊരു വലിയ ശത്രു ഈ സിനലോവ കാർട്ടലായിരുന്നു. അവരും ഇതുപോലെ മയക്കുമരുന്ന് കടത്ത് ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. സ്വാഭാവികമായും ആ കാർട്ടലിൽ നിന്നുള്ള ശത്രുത അയാൾക്ക് നേരെ ഉണ്ടായിരുന്നു. ഏതായാലും എൽമെഞ്ചോയുടെ മരണവാർത്ത അവിടെ ജനങ്ങളെയെല്ലാം നടുക്കി എന്ന് വേണം പറയാൻ. കാരണം അതിനുശേഷം രാജ്യത്ത് ഉടനീളം വ്യാപക സംഘർഷങ്ങൾ ഉണ്ടായി.
നാഷണൽ ഗാർഡ് മിലിറ്ററി പോലീസിലെ 25 അംഗങ്ങളാണ് കൊല്ലപ്പെട്ടത്. ഗുണ്ടാ സംഘത്തിലെ 34 പേരും കൊല്ലപ്പെട്ടു. ഏതായാലും 62ഓളം പേർ അങ്ങനെ പരസ്പരമുള്ള ഏറ്റുമുട്ടലുകളിൽ മരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. 1 ഡസനിലധികം സ്ഥലങ്ങളിൽ അവിടെ പ്രശ്നങ്ങൾ സങ്കീർണമായി. പലയിടങ്ങളിലും റോഡുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടു. അവിടെ ആളുകൾ കാറുകൾ കത്തിച്ചു. ഹലിസ്കോയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ 2000ഓളം സൈനികരെ വിന്യസിച്ചാണ് ഇപ്പോൾ സമാധാനം നിലനിർത്താനുള്ള ശ്രമം നടക്കുന്നത്. മെക്സിക്കോയുടെ പല കോണുകളിലും ആക്രമണം പടരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ തീരദേശ പട്ടണങ്ങളിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെയും ഒക്കെ ആളുകൾ ആശങ്കാകുലരാകുന്ന തരത്തിലുള്ള ഒരക്രമമാണ് അവിടെ കണ്ടത്. അങ്ങനെ വ്യാപകമായ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ മെക്സിക്കോയിലുടനീളം കർശന ജാഗ്രത നിർദ്ദേശം നൽകുകയും സൈന്യം അത് അവിടെ എത്തുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഇങ്ങനെ വലിയൊരു പ്രശ്നമുണ്ടാകാൻ കാരണമെന്ത് എന്ന് പലരും അത്ഭുതപ്പെട്ടേക്കാം. കാരണം കൊല്ലപ്പെട്ടത് ഒരു അധോലോക സംഘത്തിൻ്റെ തലവനാണ്, മയക്കുമരുന്ന് കടത്ത് സംഘത്തിൻ്റെ നേതാവാണ്. ഇയാൾക്ക് ഒരു ചരിത്രമുണ്ട്. അതും ഒരു സിനിമാ കഥയെ വെല്ലുന്ന ഒരു കഥയാണ് ആ മനുഷ്യനുള്ളത്. മെക്കോവാക്കൻ എന്ന സംസ്ഥാനത്ത് ഒരു ദരിദ്ര കുടുംബത്തിലാണ് എൽമെഞ്ചോ ജനിക്കുന്നത്. അവിടെ അവർ കർഷകരായിരുന്നു. അവക്കാഡോയും ഒക്കെ കൃഷി ചെയ്തു. കടുത്ത ദാരിദ്ര്യം അനുഭവിച്ചു. പ്രൈമറി സ്കൂളിലോ മറ്റോ പഠിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. പക്ഷേ അതിനുശേഷം അതൊക്കെ ഉപേക്ഷിച്ച് 14ാമത്തെ വയസ്സോടുകൂടി ഈ കഞ്ചാവ് കൃഷി ചെയ്യുന്നതിനൊക്കെ അയാൾ തുടക്കം കുറിച്ചു. അയാളുടെ സഹോദരന്മാരൊക്കെ സമാനമായ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്നാണ് പിന്നെ മനസ്സിലാകുന്നത്. ഏതായാലും 1980കളിൽ നിയമവിരുദ്ധമായി അമേരിക്കയിലേക്ക് അയാൾ കടന്നു കയറി. നിരവധി തവണ അറസ്റ്റിലായിട്ടുണ്ട്. 1990കളുടെ തുടക്കത്തിൽ മെക്സിക്കോയിലേക്ക് അയാൾ നാട് കടത്തപ്പെട്ടു. അവിടെ എത്തി മിലോനിയോ കാർട്ടലിൽ ചേർന്നു. അങ്ങനെ അവിടുത്തെ ഈ കഞ്ചാവും മയക്കുമരുന്നും അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ കടത്തുന്ന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അയാൾ മുന്നോട്ട് പോയി. അങ്ങനെ ഈ ക്രിമിനൽ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഘട്ടങ്ങളിൽ മുകളിലുള്ള പല ആളുകളും മരിച്ചു. ചിലരൊക്കെ പോലീസിൻ്റെ പിടിയിലായി. ഇത്തരം സാഹചര്യങ്ങളിലാണ് ഈ എൽമെഞ്ചോ അവിടെ അതിൻ്റെ ഒരു നേതൃപദവിയിലേക്ക് എത്തുന്നത്. CJNC എന്ന അയാളുടെ കാർട്ടൽ അയാൾ സ്ഥാപിക്കുകയാണ്. സ്വാഭാവികമായും അയാൾക്കെതിരെ അവിടുത്തെ ക്രിമിനൽ സംഘങ്ങൾ രംഗത്ത് വന്നു. ലോസ് സീറ്റാസ് അതുപോലെ നൈറ്റ് ടെംപ്ലാർ തുടങ്ങിയ കാർട്ടലുകൾ അയാളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനൊക്കെ വന്നു. അപ്പോൾ ക്രിമിനൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എപ്പോഴും ഉണ്ടായി. അതിനെയൊക്കെ ചെറുത്തുനിന്ന് ഹലിസ്കോയിലും സമീപ സംസ്ഥാനങ്ങളിലുമൊക്കെ അയാൾ തൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. മെക്സിക്കോയിലെ അവരുടെ പ്രവർത്തനശേഷി 8 സംസ്ഥാനങ്ങളിൽ വളരെ ശക്തമായി കേന്ദ്രീകരിച്ചിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ അയാൾക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു. CJNCക്ക് US-ലെയും ലാറ്റിൻ അമേരിക്കയിലെയും യൂറോപ്പിലെയും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ ക്രിമിനൽ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ CJNG പ്രധാനമായി ഈ കൊക്കൈനും അതുപോലെ മെത്താഫിറ്റാമിനും ഒക്കെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. അത് ഉണ്ടാക്കുകയും കടത്തുകയും ഒക്കെ ഇവർ ചെയ്തിരുന്നു. അങ്ങനെ ഏറ്റവും നികൃഷ്ടവും അതുപോലെ ഏറ്റവും സമൂഹത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഇത്തരം ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്ന ആ സംഘം അങ്ങനെ വളരുകയാണ്. ഏതായാലും മെൻചോയ്ക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അയാളുടെ ഗ്രൂപ്പിന് ഏതാണ്ട് $50 ബില്യൺ ആസ്തി ഉണ്ടെന്നാണ് ഈ സർക്കാർ നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയത്. അയാളുടെ ഭാര്യ സഹോദരൻ അബിഗേൽ അയാൾക്ക് ഒരു വലിയ പിന്തുണ നൽകുന്നൊരു സാഹചര്യം ഉണ്ടായി. അബിഗേൽ ഗോൺസാലസ് വലൻസിയ എന്ന ഈ അളിയൻ ഈ യാത്രയിൽ കള്ളക്കടത്ത് നേതാവ് അല്ലെങ്കിൽ തലവൻ ആകുന്ന ഈ യാത്രയിൽ അയാൾക്ക് ഒരു സഹായിയായി സഹയാത്രികനായി ഒക്കെ ഉണ്ടായിരുന്നു. ലോസ് ക്വീനീസ് എന്ന് അറിയപ്പെടുന്ന ഒരു മയക്കുമരുന്ന് ഗ്രൂപ്പിൻ്റെ തലവനായിരുന്നു അയാൾ. അങ്ങനെ 2015 ഫെബ്രുവരി 28 അബിഗെയിലിനെ മെക്സിക്കൻ നാവികസേന അറസ്റ്റ് ചെയ്തു. അതോടുകൂടി അയാളുടെ പ്രവർത്തികളിലൊക്കെ സർക്കാരിൻ്റെ കണ്ണ് ഉണ്ടാവുകയും ഒക്കെ തുടങ്ങി. 2015 ഫെബ്രുവരി 28 അബിഗെയിലിനെ മെക്സിക്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. തുടർന്ന് അയാൾക്ക് നേരെയും പലതരത്തിൽ സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉണ്ടായി. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് രണ്ടാം ട്രംപ് സർക്കാർ അധികാരത്തിൽ വരുന്നത്. ട്രംപ് സർക്കാർ മെൻചോയെ സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റായി പ്രഖ്യാപിച്ചു.
അതായത് ഈ മയക്കുമരുന്ന് തീവ്രവാദി എന്ന തരത്തിലാണ് അയാളെ മുദ്രകുത്തിയത്. അയാളെ അതിനനുസരിച്ച് കണ്ടെത്താനും അതുപോലെ വേട്ടയാടാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടന്നു. കാരണം ഈ മയക്കുമരുന്ന് അത്രമാത്രം അമേരിക്കയെ ബാധിച്ചിരുന്നു എന്നാണ് ട്രംപ് അതിന് കാരണമായി പറഞ്ഞിരുന്നത്. മാത്രമല്ല, ഇയാൾ മെക്സിക്കൻ സുരക്ഷാ സേനയ്ക്കെതിരെ പലപ്പോഴും ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ആ ആക്രമണങ്ങൾ കണ്ടാണ് അയാൾക്ക് പലപ്പോഴും ഈ കുപ്രസിദ്ധി നേടാൻ കഴിഞ്ഞത്. അങ്ങനെ വലിയ തോതിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു അധോലോക നായകനാണ് ഇപ്പോൾ സേനയുടെ വെടിയേറ്റ് മരിച്ചിരിക്കുന്നത്. സാധാരണ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് അവിടെ നിന്നും പല പ്രതിസന്ധികളെ അതിജീവിച്ച് കുപ്രസിദ്ധിയിലേക്ക് ഉയർന്നു കയറിയ ഇയാൾക്ക് പിന്തുണയായി നിന്നത് അയാളുടെ ഭാര്യയായിരുന്നു. മെൻജോ പക്ഷേ ഭാര്യയെ ഉപേക്ഷിച്ചു. പിന്നീട് കാമുകിക്ക് പുറകെ പോയി. കാമുകി ചതിച്ചു. മെൻജോ കൊല്ലപ്പെട്ടു. ഒരു സിനിമാ കഥയെ വെല്ലുന്ന മറ്റൊരു യഥാർത്ഥ സംഭവം കൂടി അങ്ങനെ ലോകത്ത് നടക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.